ഹലോ ഹലോ നമസ്തേ. ഡോക്ടർ. അപ്പം ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫുള്ളും കർക്കിടക ചികിത്സയെ കുറിച്ചാണല്ലോ. ഈ കർക്കിടക ചികിത്സ അസുഖമുള്ളവർക്ക് മാത്രമായിട്ടാണോ അതോ നോർമൽ ഹെൽത്തി ആയിട്ടുള്ളവർക്കും കൊടുക്കാമോ? ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു കറണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രോപ്പർലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാത്തവരാണ്. എല്ലാവരും അല്ല, പലരും. അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങത്തില്ല, അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസ് തന്നെ എപ്പോഴും നിങ്ങൾ എയർ കണ്ടീഷനിൽ ഇരിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് അല്ലേ. അതിനിടയ്ക്ക് നിങ്ങൾ കൂടുതലും പുറത്ത് ബൈക്ക് റൈഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ അത്രയധികം പൊല്യൂഷൻ ആണ് കിട്ടുന്നത്. അതെ അതെ. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ പോലും ഒരുപാട് പെസ്റ്റിസൈഡ്സും ഒക്കെ കലർന്ന ഇതാണ്. സോ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് കർക്കിടകത്തിലെ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിനെ പ്രത്യേകം നമ്മളൊന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യിക്കുക എല്ലാത്തിനും. അതാണ് നമുക്ക് ഈ ഒരു കർക്കിടക ചികിത്സ കൊണ്ടുള്ള ആവശ്യം. അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഡോക്ടറെ, ഈ കർക്കിടക ചികിത്സയില് പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ കർക്കിടക കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖം മാറും. അത് മിത്താണോ അതോ ഫാക്റ്റാണോ? ഒരിക്കലും കർക്കിടക കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസുഖവും മാറാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? കർക്കിടക കഞ്ഞി കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവേണ്ട ഒരു ഫുഡാണത്. മനസ്സിലായില്ലേ? പക്ഷെ ആ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് അതുകൊണ്ടുള്ള കുറെ ഗുണങ്ങളുണ്ട്. നമ്മൾ ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു നല്ലൊരു ആരോഗ്യം വേണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു സാധനമാണ് ഈ കർക്കിടക കഞ്ഞി. അപ്പൊ ആർക്ക് വേണമെങ്കിലും കഴിക്കാം, പക്ഷെ അസുഖം മാറ്റാനായിട്ട് ഇത് കഴിക്കാൻ പാടില്ല. സോ അങ്ങനെ കഴിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല.